ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള കരുണാപുരം. ഭരണം പിടിക്കാനുള്ള ഉഗ്ര പോരാട്ടത്തിലാണ് LDFും UDFും. ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് NDAയും മത്സര രംഗത്തുണ്ട്. അവിശ്വാസ പ്രമേയങ്ങളും കൂറുമാറ്റവുമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കരുണാപുരം പഞ്ചായത്തിനെ വിവാദ കേന്ദ്രമാക്കി മാറ്റിയത്. രാഷ്ട്രീയ പോർവിളികളുടെ 5 വർഷമാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞുപോയത്. 2 അവിശ്വാസങ്ങളും കൂറുമാറ്റവും 2 മുന്നണികളുടേതുമായി 3 പ്രസിഡന്റുമാരും ഈ കാലയളവിൽ പഞ്ചായത്തിലുണ്ടായി. ഒരു കാലത്ത് ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയായിരുന്നു കരുണാപുരം. 32 വർഷത്തെ ഇടതു ചരിത്രം UDF അവസാനിപ്പിച്ചത് 2010-ലാണ്. അടുത്ത 10 വർഷം കൂടി കരുണാപുരം UDFിനൊപ്പം നിന്നു. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 വാർഡുകളിൽ 8 വീതം നേടി UDFും LDFും ഒപ്പത്തിനൊപ്പം എത്തി. BDJSലൂടെ ഒരു വാർഡ് നേടി NDA നിർണായക സാന്നിധ്യവുമായി. ആദ്യം BDJS ആരെയും പിന്തുണച്ചില്ല. നറുക്കെടുപ്പിലൂടെ ഭരണം LDFിന് ലഭിച്ചു. പ്രസിഡന്റായത് CPIMലെ വിൻസി വാവച്ചൻ. 6 മാസത്തിനു ശേഷം ആദ്യ അവിശ്വാസ പ്രമേയം. BDJS സ്വതന്ത്രൻ PR ബിനുവിന്റെ പിന്തുണയോടെ UDFിലെ മിനി പ്രിൻസ് പ്രസിഡന്റായി. പിന്നീട് 2023 ഫെബ്രുവരിയിൽ LDF അവിശ്വാസം അവതരിപ്പിച്ചെങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പാസ്സായില്ല. 2024 ജനുവരിയിൽ LDF വീണ്ടും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസ് അംഗമായ ശോഭനാമ ഗോപിനാഥന്റെ പിന്തുണയോടെ ഇടതുമുന്നണി ഭരണം തിരിച്ചുപിടിച്ചു. ശോഭനാമ പ്രസിഡന്റുമായി. വിപ്പ് ലംഘനം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ശോഭനാമയെ അയോഗ്യയാക്കി. ഇതോടെ പ്രസിഡന്റ് സ്ഥാനം ഇടവേളയ്ക്ക് ശേഷം വിൻസി വാവച്ചനിലെത്തി. ഒരിക്കൽ ചുവപ്പുകോട്ടയായിരുന്ന കരുണാപുരത്ത് വീണ്ടും ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് എന്നാണേലും നമ്മൾ 8-8 അങ്ങനെയാണ് നിന്നത്. എങ്കിലും നമുക്ക് ഭൂരിപക്ഷത്തോടു കൂടി ഈ ഒരു 5 വർഷം ഒരു ഭരണസമിതി തന്നെ LDF ഭരിക്കാനുള്ള എല്ലാ നടപടികളും നമുക്ക് ഉണ്ട്. അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും LDF അട്ടിമറിച്ചു എന്നാണ് UDFിന്റെ ആരോപണം. കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ സ്വന്തമാക്കാനാകുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷയർപ്പിക്കുന്നു. ഇതുപോലെ അഴിമതി കാണിച്ച കുതിരക്കച്ചവടത്തിലൂടെ യഥാർത്ഥ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളിനെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി ഭരണം പിടിക്കുകയൊക്കെ ചെയ്തു. അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്തത്. ഒരു സഹായമില്ലാത്ത ഒരു ഗവൺമെൻറ്റും ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ UDFിന് അനുകൂലമായി നിലപാടെടുക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇടതിന്റെ സിറ്റിംഗ് വാർഡ് 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് കഴിഞ്ഞ തവണ BDJS നിർണായക ഘടകമായത്. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ നേട്ടം ഉണ്ടാക്കുമെന്നാണ് NDAയുടെ അവകാശവാദം. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം NDAയുടെ മുന്നണി ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇരു മുന്നണികളും പ്രത്യേകിച്ച് UDFും LDFും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾ കൃത്യമായി മറുപടി നൽകും. തമിഴ്നാട് അതിർത്തിയിലെ പഞ്ചായത്തായ കരുണാപുരത്തെ പോയകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ജനങ്ങൾ അമർഷത്തിലാണ്. വിനോദസഞ്ചാര മേഖലയെയും കമ്പംമെട്ട് ശബരിമല ഇടത്താവളത്തെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തവണ 18 വാർഡുകളാണ് കരുണാപുരത്ത്. ന്യൂസ് മലയാളം, ഇടുക്കി.